ഫുട്ബോൾ പ്രേമികൾ കാത്തിരുന്ന ഒന്നാമത് പ്രീമിയർ കപ്പ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ കലാശ പോരാട്ടം ചൊവ്വാഴ്ച രാത്രി 9 മണിക്ക് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. സമാപന ചടങ്ങിന് ആവേശം പടർത്താൻ പ്രമുഖ സ്പോർട്സ് കമാൻഡർ ഷൈജു ദാമോദരൻ മുഖ്യാതിഥിയായി എത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. ഫൈനൽ മത്സരത്തിന് അൽമദീന ചെറുപ്പശ്ശേരിയാണ് ഒന്ന് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. ഇന്ന് ജയിക്കുന്ന മലപ്പുറം സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും സബാൻ കോട്ടക്കലും തമ്മിലുള്ള മത്സരത്തിൽ ജയിക്കുന്ന ടീമുകൾ അത് നാളെ ഫൈനലുണ്ടാവും. അപ്പോൾ ഏറ്റവും നല്ല ഒരു ഫൈനൽ കാഴ്ചവെക്കണമെന്നാണ് ഞങ്ങൾ കാഴ്ചവെക്കും എന്നാണ് സംഘാടകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ കാണികളുടെ നല്ല സഹകരണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിനുണ്ട് സെക്രട്ടറി CH റിയാസ് പറയും. ശക്തരായ അൽമദീന ചെർപ്പുളശ്ശേരിയാണ് ഇതിനോടകം ഫൈനൽ ഉറപ്പിച്ച ഒരു ടീം. തിങ്കളാഴ്ച രാത്രി നടക്കുന്ന സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം സബാൻ കോട്ടക്കലും തമ്മിലുള്ള രണ്ടാം സെമി ഫൈനൽ മത്സരത്തിലെ വിജയികളാകും ഫൈനലിൽ അൽമദീനയുടെ എതിരാളികൾ. വാശിയേറിയൊരു പോരാട്ടത്തിനാണ് പെരിന്തൽമണ്ണ വേദിയാകുന്നത്. പെരിന്തൽമണ്ണയുടെ പൗരാവലിയുടെ മുഴുവൻ സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഈ ടൂർണമെന്റിൽ 20-ാം തീയതിയാണ് നമ്മുടെ ഫൈനൽ മത്സരം നടക്കുന്നത്. ഫൈനൽ മത്സരം ഗംഭീരമാക്കുന്നതിന്, അതായത് പെരിന്തൽമണ്ണ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ രൂപത്തിലുള്ള ഏറ്റവും ഗംഭീരമായ പരിപാടികളാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. സാംസ്കാരിക പരിപാടികൾ കോർത്തിണക്കിക്കൊണ്ട്, അതുപോലെ തന്നെ കമന്ററി രംഗത്ത് പ്രസിദ്ധനായ ഷൈജു ദാമോദരനടക്കം നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടന സെഷനിലേക്ക് വരികയാണ്. 20-ാം തീയതി വളരെ ഗംഭീരമായ രൂപത്തിലുള്ള ഒരു ഉദ്ഘാടന പരിപാടി കൂടി പെരിന്തൽമണ്ണക്കാർക്കായി നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും നല്ല രൂപത്തിലുള്ള 2 ടീമുകൾ തന്നെയാണ് ഈ സെവൻസ് ഫുട്ബോൾ രംഗത്തെ നിലവിൽ ഏറ്റവും ലീഡിംഗ് ടീമായ അൽമദീന ചെറുപ്പശ്ശേരി ഓൾറെഡി ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ബെർത്ത് നേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് മത്സരിക്കുന്ന സബാൻ കോട്ടക്കലും മലപ്പുറം സൂപ്പർ സ്റ്റുഡിയോയുമുള്ള മത്സരത്തിൽ നിന്ന് വിജയിക്കുന്ന നിലവിൽ 3 പോയിന്റോടെ മലപ്പുറം സൂപ്പർ സ്റ്റുഡിയോ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അതേസമയം ഇന്ന് മലപ്പുറം ജയിക്കുകയാണെങ്കിൽ അവർക്ക് ഫൈനൽ ബർത്ത് ഉറപ്പിക്കാം. അത് സബാൻ കോട്ടക്കലാണ് വിജയിക്കുന്നതെങ്കിൽ അവർക്കും 3 പോയിന്റ് ആവും. അങ്ങനെ വന്നാൽ ടൈ ബ്രേക്കറിലൂടെ വിജയികളെ കണ്ടെത്തുന്നതാണ് ഫൈനൽ ബർത്ത് ഉറപ്പിക്കുന്നതിന് വേണ്ടി. സ്വാഭാവികമായും നിലവിലുള്ള മത്സരത്തിൽ അവിടെ ഉള്ള ഗോൾ ആവറേജ് പരിഗണിക്കുന്നതല്ല. ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി രാത്രി 8 മണി മുതൽ വർണ്ണാഭമായ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. ഫുട്ബോൾ ആവേശത്തിനൊപ്പം കാണികൾക്ക് ദൃശ്യവിരുന്നൊരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. CCN പെരിന്തൽമണ്ണ.